പ്യാരെ ബച്ചോ ആദാബ്. ഉറുദുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുമായിട്ടാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും എക്സാമിന് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. ഒന്നാമത്തത് നോക്ക്. പേട് കാട്ടിനെ കെ ഖിലാഫ് ഹോനെ വാലെ ജുലൂസ് കെ ലിയെ നാരാ തയ്യാർ കീജിയെ. നമുക്കറിയാം അല്ലേ, മരം മുറിക്കുക എന്നുള്ളത്. മരങ്ങൾ നമുക്കറിയാം നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അല്ലേ. അപ്പം മരങ്ങൾ വെട്ടുന്നതിന് എതിരെയുള്ള ഒരു ജുലൂസ്, ഒരു സദസ്സ്, അതിനു വേണ്ടിയിട്ട് കുറച്ച് മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാര തയ്യാർ കീജിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം എന്നാണ് അർത്ഥം എന്നുള്ളത്. പലർക്കും മുദ്രാവാക്യം എഴുതാൻ കഴിയും, പക്ഷെ എന്തറിയൂല, നാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യമാണ് എന്ന് അറിയൂല. അതുകൊണ്ട് ആ മാർക്ക് നഷ്ടപ്പെടുന്ന പല ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക, നാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം എന്നാണ് അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്ക്, മുദ്രാവാക്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുദ്രാവാക്യം എഴുതുമ്പോൾ മനോഹരമായിട്ട് എന്ത് ചെയ്യുക, ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലായിട്ട് നമ്മൾ എഴുതുക പേട് ബച്ചാവോ ജാൻ ബച്ചാവോ. ഒന്നാമത്തെ മുദ്രാവാക്യം വളരെ സിമ്പിളാണ് അല്ലേ. പേട് ബച്ചാവോ ജാൻ ബച്ചാവോ. മരങ്ങൾ സംരക്ഷിക്കൂ, ജീവൻ സംരക്ഷിക്കൂ അല്ലേ. മരങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ സംരക്ഷിക്കൂ. എങ്ങനെ പറയാ? പേട് ബച്ചാവോ ജാൻ ബച്ചാവോ. വളരെ സിമ്പിളായിട്ട്. അടുത്തൊരു പ്ലക്കാർഡ് ഇതുപോലെ ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിലും എഴുതി വെക്കുക പേട് നഹി തോ ഹം നഹി. പേടില്ലെങ്കിൽ, മരമില്ലെങ്കിൽ, ഹം നഹി, നമ്മളും ഇല്ല. പേട് നഹി തോ ഹം നഹി, മരമില്ലെങ്കിൽ നാം ഇല്ല. ഓക്കെ, അടുത്തത് നോക്ക്. പേട് നഹി തോ ജാൻ നഹി. ഇനി അവിടെ ഹം എന്നുള്ളിടത്ത് ജാൻ എന്നാക്കി മാറ്റിയാൽ വേറൊരു പ്ലക്കാർഡായിട്ട് മാറി, വേറൊരു മുദ്രാവാക്യമായിട്ട് മാറി. എന്താണ്? പേട് നഹി തോ, മരമില്ലെങ്കിൽ, ജാൻ നഹി, ജീവനും ഇല്ല. അടുത്തത് നോക്ക്. പേടോ കി ഹിഫാസത്ത് ഹമാരാ ഫർസ് ഹെ. ഇത് കുറച്ച് വലുതാണ്, കഴിയുന്നവർ ഇതും പഠിച്ചു വെക്കുക. പേടോ കി ഹിഫാസത്ത്, മരത്തിന്റെ സംരക്ഷണം, ഹമാരാ ഫർസ് ഹെ, നമ്മുടെ കടമയാകുന്നു. പേട് ഹമാരി ജാൻ ഹെ, പേട് നമ്മുടെ എന്താണ്? ജാൻ ഹെ, ജീവനാകുന്നു. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ഇതിലുണ്ട്. പേട് ബച്ചാവോ ജാൻ ബച്ചാവോ, പേട് നഹി തോ ഹം നഹി, പേട് നഹി തോ ജാൻ നഹി, പേട് ഹമാരി ജാൻ ഹെ. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്താണെങ്കിലും 4 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നും കൂടെ പറയാണ്, ഇതുപോലെ മനോഹരമായിട്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള കാരണമാവും. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തത് നോക്ക്. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. മേരാ നാം ഗോപാൽ ഹെ, മേ അകേല രഹ്താ ഹൂം, മേരാ ബേട്ട ബഹു ഓർ പോത്തി മലേഷ്യ മേ ഹെ, ഗോപാൽ അപ്പിനെ ബാരെ മേ കഹ്താ ഹെ. അപ്പൊ പറയാണ്, ഗോപാൽ ഇങ്ങനെ പറയാണ്, എൻ്റെ പേര് മേരാ നാം ഗോപാൽ ഹെ, എൻ്റെ പേര് ഗോപാൽ ആകുന്നു. മേ അഖേല രഹ്താ ഹൂം, ഞാൻ എങ്ങനെയാണ് താമസിക്കുന്നത്? ഒറ്റക്കാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ മകനും അവൻ്റെ ഭാര്യയും മരുമകളും കുട്ടിയും എല്ലാവരും എവിടെയാണ് താമസിക്കുന്നത്? പേരക്കുട്ടിയൊക്കെ എവിടെയാണുള്ളത്? മലേഷ്യ മേഹെ, മലേഷ്യയിലാണുള്ളത്. ഗോപാൽ തന്നെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇനി നമ്മളോട് ചോദിക്കാണ്, ബച്ചോ ആപ് അപ്നെ ബാരെ മേ ലിഖിയെ, നിങ്ങളെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കൂ. ഗോപാൽ പറഞ്ഞു അല്ലേ, എൻ്റെ പേര് ഗോപാലാണ്, എൻ്റെ മോനും ഭാര്യയും എല്ലാവരും താമസിക്കുന്നത് എവിടെയാണ്? മലേഷ്യയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ആൻസർ. എല്ലാവരും നോക്കിക്കോ. മേരാ നാം രാജു ഹെ, ഇവിടെ രാജു ഹെ എന്നോ ഇനി നിങ്ങളെ പേര് എഴുതുകയാണെങ്കിൽ അതും എഴുതാം. മേരാ നാം, നിങ്ങളുടെ പേര് രാജു എന്നുള്ളിടത്ത് എന്ത് ചെയ്യാം? നിങ്ങളുടെ പേരാക്കി കൊടുക്കുക. മേരാ ഘർ ഗാവോ മേ ഹെ, എൻ്റെ വീട് എന്താണ്? മേരാ ഘർ, എൻ്റെ വീട് ഗാവോ മേ ഹെ, എവിടെയാകുന്നു? ഗ്രാമത്തിലാകുന്നു.
ഒരു പോയിന്റ് കിട്ടിയോ അല്ലേ? മേരാ നാം രാജു ഹെ, എൻ്റെ പേര് രാജു എന്നാകുന്നു. മേരാ ഘർ ഗാവ് മേ ഹെ, എൻ്റെ വീട് എന്താകുന്നു? ഗ്രാമത്തിലാകുന്നു. മേരാ ഘർ മേ, എൻ്റെ വീട്ടിൽ അബ്ബ, അമ്മി, ഭായി, ബഹൻ, ദാദാ ഓർ ദാദി ഹെ. മേരെ ഘർ മേ, എൻ്റെ വീട്ടിൽ അബ്ബ, അമ്മി, ദാദാ, ദാദി, ഭായി ഓർ ബഹൻ ഹെ. ഇവരൊക്കെ ഉണ്ട് അല്ലേ? ആരൊക്കെ ഉണ്ട്? അബ്ബയുണ്ട്, അമ്മിയുണ്ട്, ദാദ അല്ലെ വല്ലിപ്പയുണ്ട്, ദാദി വല്ലിമ്മയുണ്ട്, അതുപോലെ ഭായി ഓർ ബഹൻ അഥവാ ഒരു ഇത്താത്തയും ഇക്കാക്കയും ഒക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. അടുത്തത് നോക്ക്, മേ 8वीं ജമാഅത്ത് മേ പഠ് രഹാ ഹൂം. ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 8वीं ജമാഅത്ത് മേ. 8ാം ക്ലാസ്സിൽ എന്നുള്ളത് എങ്ങനെ പറയാ? 8वीं എഴുതുന്നത് ശ്രദ്ധിക്കണേ. 8वीं ജമാഅത്ത് മേ പഠ് രഹാ ഹൂം. ഞാൻ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി മാറി? നമ്മുടെ ഒരു വിവരണമായിട്ട് മാറി. മേരാ നാം രാജു ഹെ, മേരാ ഘർ ഗാവോ മേ ഹെ, മേരെ ഘർ മേ അബ്ബ, അമ്മി, ഭായി, ബഹൻ, ദാദാ, ദാദി ഹെ ഓർ മേ 8वीं ജമാഅത്ത് മേ പഠ് രഹാ ഹൂം. ഇത്രയും കാര്യം എഴുതി വെച്ചാൽ ആ 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 3 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്ക്. അടുത്തത് എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. പേഡ് ഫിത്രത്ത് കി ജാൻ ഹെ. നമുക്കറിയാം പേഡ് ഫിത്രത്ത് കി ജാൻ ഹെ. മരം എന്നുള്ളത് പ്രകൃതിയുടെ എന്താണ്? ഒരു ജീവനാണ് മരം എന്നുള്ളത്. പേഡ് ലഗാന അച്ഛാ കാം ഹെ. മരം നടുക എന്നുള്ളത് അച്ഛാ കാം ഹെ, ഒരു നല്ല പ്രവൃത്തിയാണ് മരം നടുക എന്നുള്ളത്. പേഡ് സെ ഹംകോ ബഹുത് ഫായിദ മിൽത്തേ ഹെ. എന്ത് ചെയ്യുന്നു? മരം കൊണ്ട് നമുക്ക് ധാരാളം ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്. ബച്ചോ ആസ് പാസ് കെ ദോ പേടോ കെ നാം ലിഖിയേ. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ദോ പേടോ കെ നാം ലിഖിയേ. 2 മരങ്ങളുടെ പേര് എഴുതുക. ദോ പേടോ കെ നാം ലിഖിയേ. ബി ക്വസ്റ്റ്യൻ ബി എന്താണ്? പേട് കെ ബാരെ മേ ആപ് ക്യാ ജാൻതേ ഹെ, നോട്ട് ലിഖിയേ. മരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയും? ഒരു നോട്ട് തയ്യാറാക്കൂ. അപ്പൊ നമ്മളോട് 2 ചോദ്യമാണ് ഇതിൽ വന്നത്. ഒന്ന് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള 2 മരങ്ങളുടെ പേര് എഴുതി വെക്കുക. അടുത്തത് മരത്തിനെ കുറിച്ചിട്ടൊരു നോട്ട് തയ്യാറാക്കാം. വളരെ സിമ്പിൾ ആയിട്ട്. പേടോ കെ നാം, മരങ്ങളുടെ പേര് എന്താണ്? ഖജിരി കാ പേട്, നാരിയൽ കാ പേട്, ആം കാ പേട്, കട്ട്ഹൽ കാ പേട്, ജാമുൻ കാ പേട്, നീം കാ പേട്. ഇതൊക്കെ മരങ്ങളുടെ പേരാണ്. ഇതിൽ നമുക്ക് എളുപ്പമുള്ള ഇപ്പൊ ഉദാഹരണത്തിന് നാരിയൽ കാ പേട്, ആം കാ പേട്, ജാമുൻ കാ പേട് അല്ലേ? ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട്. കട്ട്ഹൽ കാ പേട്, കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ ചക്ക, കട്ട്ഹൽ കാ പേട് എന്ന് പറഞ്ഞാൽ പ്ലാവ്, അങ്ങനെയുള്ള പേരുകൾ. ഇനി ഒന്നും അറിയാത്തവർക്ക് നാരിയൽ എന്നറിയാലോ. നാരിയൽ കാ പേട്, ആം കാ പേട്, കട്ട്ഹൽ കാ പേട്. ഈ 3 എണ്ണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത് നോക്ക്. പിന്നെ ഖജിരി കാ പേട്, ജാമുൻ കാ പേട്. ജാമുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാവൽ അല്ലേ? ഞാവൽ പഴം. അതൊക്കെ എഴുതി വെക്കാം. ഇനി അടുത്ത് നോക്ക്. ഇനി രണ്ടാമത്തെ ചോദ്യം, മരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയും? നോട്ട് എഴുതൂ അല്ലേ? മരങ്ങളെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇതെന്താണെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കുക. പേട് ഖുദാ കി നിഅമത്ത് ഹെ. ഒന്നാമത് നമ്മൾ എഴുതേണ്ടത് പേട് ഖുദാ കി നിഅമത്ത് ഹെ. മരം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാകുന്നു. നിഅമത്ത് നമ്മൾ മലയാളികൾ തന്നെ പ്രയോഗിക്കുന്നതാണ് നിഅമത്ത് അല്ലേ? പേട് ഖുദാ കി നിഅമത്ത് ഹെ. ഒന്ന് പറഞ്ഞു നോക്ക്. പേട് ഖുദാ കി നിഅമത്ത് ഹെ. ഇപ്പൊ തന്നെ പറഞ്ഞു പഠിച്ചു പോണേ. ഓക്കെ, അടുത്ത നോക്ക്. പേട് ഹമാരി ദോസ്ത് ഓർ ജാൻ ഹെ. പേട് ഹമാരി ദോസ്ത് ഓർ ജാൻ ഹെ. മരം എന്നുള്ളത് നമ്മുടെ ദോസ്ത്, എന്താണ്? കൂട്ടുകാരനാണ് അല്ലേ? മരം എന്നുള്ളത് നമ്മുടെ ദോസ്താണ്. ഓർ ജാൻ ഹെ, നമ്മുടെ ജീവനുമാണ് മരം എന്നുള്ളത്. അപ്പം മരം നമ്മുടെ ജീവനാണ്. പിന്നെന്താണ്? ദോസ്ത് അല്ലെ? നമ്മുടെ കൂട്ടുകാരനാണ്. അടുത്ത നോക്ക്. പേടോ കി വജഹ് സെ താസ ഹവാ മിൽത്തി ഹെ. എന്തൊക്കെ കിട്ടുന്നുണ്ട്? മരം മുഖേന നമുക്ക് എന്ത് ചെയ്യുന്നു? താസ ഹവ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. താസ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള. താസ ഹവാ മിൽത്തി ഹെ, തണുപ്പുള്ള കാറ്റ് ലഭിക്കുന്നു. പേടോ സെ താസ ഹവാ മിൽത്തി ഹെ. എന്ത് കിട്ടുന്നു? തണുപ്പുള്ള കാറ്റ് കിട്ടുന്നു. पेड़ों की वजह से बारिश मिलती है. पेड़ों की वजह से बारिश मिलती है. മഴ കാരണമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബാരിഷ്, മഴ ലഭിക്കുന്നത് അല്ലേ? മരം കാരണമാണ്. പേടോ കി വജഹ് സെ, മരം കാരണമാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. ഇനി പേട് ഹമേ
പുൽ ഓർ സായ ദേത്താ ഹെ. എന്ത് തരുന്നു? ഫൽ. മരം നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്? ഫലങ്ങൾ തരുന്നുണ്ട്. ഫലങ്ങൾ തരുന്നുണ്ട്. ഓർ സായ, തണലും നമുക്ക് തരുന്നുണ്ട്. ഇത് എഴുതി വെക്കുക. ഇനി അഥവാ ഇതൊന്നും എഴുതാൻ കഴിയാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ മുദ്രാവാക്യം ഉണ്ടല്ലോ, അതറിയൂലേ? ഈ മുദ്രാവാക്യങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. പേട് നഹി തോ ജാൻ നഹി, പേട് ഹമാരി ജാൻ ഹെ, അതൊക്കെ എന്ത് ചെയ്യുക? പേട് ഖുദാക്കി നിയമത്ത് ഹെ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് എങ്കിലും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിയുന്ന ആളുകൾ ഇത് തന്നെ പഠിച്ചു വെക്കുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള 3 ചോദ്യങ്ങളും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 10ഓളം മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ എഴുതി തന്നെ പഠിക്കുക. പഠിച്ച് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് കൺഫേം ആവും. എവിടെയാണോ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ട് നേരിടുന്നത് അവിടെ ഒന്നും കൂടെ കേൾക്കുക, വീണ്ടും എഴുതി നോക്കുക. അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു ശങ്കയും ഇല്ലാതെ, യാതൊരു പേടിയും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണെങ്കിലും നല്ല മാർക്ക് നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഖുദാ ഹാഫിസ്.